ഹായ്, ഇന്നത്തെ ടെക് ടോക്സിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് അസംബ്ലിംഗ് എന്നുള്ളതാണ്. ഇത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും ഒട്ടുമിക്ക എല്ലാ കുട്ടികളുടെയും വീട്ടിൽ ഇന്ന് ലാപ്ടോപ്പുകൾ അതും അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പുകൾ അവൈലബിൾ ആണ്. എന്നാൽ ലാപ്ടോപ്പുകളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നോർമലി ലാപ്ടോപ്സിൻ്റെ മെമ്മറി, ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി, മോണിറ്റർ സൈസ്, അതേപോലെ തന്നെ അതിൻ്റെ CPU സ്പീഡ്, ഈ 4 ടേംസിനെ അല്ലെങ്കിൽ ഈ 4 കാര്യങ്ങളെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മളൊരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്നത്. പോർട്ടബിൾ ആയതുകൊണ്ട് തന്നെ, കൊണ്ടു നടക്കാൻ എളുപ്പമായതുകൊണ്ട് തന്നെ അത് പക്ഷേ ലാപ്ടോപ്പുകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ പറയുന്ന എമൗണ്ട് കൊടുത്ത് നമ്മൾ ലാപ്ടോപ്പുകൾ മേടിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാബിൽ ലാപ്ടോപ്പ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അവിടെയാണ് അസംബ്ലിംഗ് എന്നുള്ളൊരു കീവേഡ് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. പല ബ്രാൻഡുകളുടെ ഐറ്റംസ് അഥവാ കമ്പോണൻറ്റുകളെ നമ്മൾ ഒന്നിപ്പിക്കുന്ന ഒരു പ്രോസസ്സിങ്ങിനെയാണ് അസംബ്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിൽ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ലോജിടെക്കിൻ്റെ അല്ലെങ്കിൽ ഐബോളിൻ്റെ ഒക്കെ കീബോർഡുകൾ, നമുക്ക് പല ആൾക്കാരുടെയും കീബോർഡ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് അവരിൽ ഏത് കീബോർഡ് വേണോ, ആരുടെ കീബോർഡ് വേണോ ആ കീബോർഡുകളെ നമുക്ക് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ആവശ്യാനുസരണം മെമ്മറി, നമ്മുടെ ആവശ്യാനുസരണം പ്രോസസ്സർ, നമ്മുടെ ആവശ്യാനുസരണമുള്ള മോണിറ്റേഴ്സ് ഇങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇവരെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് അസംബ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. അത് നമുക്ക് എമൗണ്ടും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ബ്രാൻഡിൽ അവൈലബിൾ ആയിട്ടുള്ള കീബോർഡുകളും മൗസുകളും മോണിറ്ററും എല്ലാം തന്നെ ഇന്ന് എൻവയോൺമെൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ആ ഒരു ടേമാണ് നമ്മൾ അസംബ്ലിംഗ് എന്ന ടേമാണ് ഇന്ന് നമ്മൾ ടെക് ടോക്കിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അടുത്ത ദിവസം ട്രബിൾ ഷൂട്ടിംഗ് എന്ന വേർഡും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞുതരാം.